ഗുഡ് മോർണിംഗ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഷ്യൻ എനർജീനെ പറ്റിയാണ്. അതായത് നമ്മളെ 4th മൊഡ്യൂളിലെ 5th ലെക്ചറാണിത്. നമ്മളിപ്പോൾ സോളാർ എനർജി, ബയോഫ്യൂവൽ, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഓഷ്യൻ എനർജി. ഓഷ്യൻ എനർജീനെ പറ്റി പറയുകയാണെങ്കിൽ എനർജി ഡിറൈവ്ഡ് ഫ്രം ഓഷ്യൻ refers to the energy carried by ocean waves, tides, salinity and ocean temperature differences. അതായത് ഓഷ്യൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ അതിൽ കിട്ടും? ഓഷ്യനിലെ വേവ്സ് കൊണ്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ടൈഡ്സ് കൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, സലൈനിറ്റി കൊണ്ട് നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഓഷ്യനിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടും നമുക്ക് എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. Water bodies cover more than 70% of Earth's surface. This is the reason why it appears blue from the space. നമ്മൾ സ്പേസ് നോക്കുന്നതും കൊണ്ട് നമ്മൾ പ്ലാനറ്റ് ബ്ലൂ കളർ പ്ലാനറ്റാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ 70% വാട്ടറാണ്. അപ്പം ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇതിനെ എനർജിയാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ബെസ്റ്റ് റിന്യൂവബിൾ സോഴ്സാണ്. ഓക്കെ. Also, the planet is called blue planet because of the presence of 7 major oceans. Oceans have provided to be promising source of energy. It is a renewable source of energy. ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി എനർജി ഫ്രം ഓഷ്യൻ. ഓഷ്യനിലെ എനർജി എന്ന് പറയുന്നത് 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നമുക്ക് എനർജി ഫ്രം വേവ്സ്, എനർജി ഫ്രം ടൈഡ്സ് ആൻഡ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓഷ്യൻ തെർമൽ എനർജി കൺവേർട്ടർ, OTEC എന്നും പറയും. ഓക്കെ. ഇനി നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് തെർമൽ എനർജി, അതായത് നമ്മൾ പറഞ്ഞ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടുള്ള ഒരു ഗ്രൂപ്പും, അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി, ടൈഡ്സും വേവ്സും. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഓഷ്യൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജീൻ്റെതാണെങ്കിൽ ടൈഡ്സിൻ്റെ ഒന്നും ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാം, വേവ്സ് ഒന്നും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 70% of our planet is ocean. So ocean energy can be seen as limitless energy source. പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ, അതിന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വേൾഡ് എനർജി കൗൺസിൽ എസ്റ്റിമേറ്റ്സ് ദാറ്റ് ദർ ഈസ് ആൻ ആക്സസിബിൾ റിസോഴ്സ് ഓഫ് ടെറാവാട്ട്സ് of renewable clean energy available in world's ocean. This is a potential resource equivalent to twice the world electricity generation. അതായത് ലോകത്തിൻ്റെ ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ ഇരട്ടി എനർജി നമുക്ക് എവിടെ നിന്ന് ഉണ്ടാക്കാം? ഓഷ്യനിലെ എനർജിയിൽ നിന്ന് ഉണ്ടാക്കാമെന്നാണ് വേൾഡ് എനർജി കൗൺസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ടൈഡൽ പവർ. നമ്മൾ ടൈഡ്സും വേവ്സും ആണ് കാര്യമായിട്ട് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് ടൈഡ്സ്. Tidal power is also called as tidal energy. This is a form of hydropower which converts the energy of tides into useful power, mainly in electricity. അതായത് നമ്മൾ ഹൈഡ്രോ പവർ പോലെ തന്നെ നമ്മൾ ടൈഡ്സ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മെയിൻലി ഇതിൽ വരുന്നത്. ടൈഡ്സ് ആർ ദ വേവ്സ് കോസ്ഡ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദി മൂൺ ആൻഡ് ദി സൺ. സണ്ണിൻ്റെയും മൂണിൻ്റെയും ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ടാണ് ടൈഡ്സ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ബേസിക് സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. ഓക്കെ. ഓഷ്യൻ ടൈഡ്സ് ആർ പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് ഓഷ്യൻ വാട്ടർ ലെവൽ ട്വൈസ് ഇൻ ഈച്ച് ലൂണാർ ഡേ. അതായത് ഒരു ലൂണാർ ഡേയിൽ വാട്ടർ ലെവൽ 2 പ്രാവശ്യം റൈസ് ചെയ്യുകയും 2 പ്രാവശ്യം ഫാൾ ചെയ്യുകയും ചെയ്യും. ഒരു ലൂണാർഡ് എന്ന് പറഞ്ഞാൽ 24 hours 50 minutes ആണ്. അതിൽ എത്ര പ്രാവശ്യം റൈസ് ചെയ്യും? 2 പ്രാവശ്യം റൈസ് ചെയ്യും, 2 പ്രാവശ്യം ഫോൾ ചെയ്യും. അങ്ങനെ കണക്ക് കൂട്ടുമ്പം ഒരു കോൺസിക്യൂട്ടീവ് ലോ ആൻഡ് ഹൈ ടൈഡിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് 6.2 hours ആണ്. ഓക്കെ. ഇൻ്റർവെൽ ബിറ്റ്വീൻ എ കോൺസിക്യൂട്ടീവ് ലോ ടൈഡ് ആൻഡ് എ ഹൈ ടൈഡ് ഈസ് 6.2 hours. അങ്ങനെ നോക്കുമ്പം എത്ര പ്രാവശ്യം 24 hours തന്നെ എത്ര പ്രാവശ്യം 4 times ഉണ്ടാവും. 2 റൈസും 2 ഫോളും ആയിട്ട്. ഓക്കെ. ടൈഡൽ റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസിക്യൂട്ടീവ് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ്. ലോ ടൈഡിൻ്റെയും ഹൈ ടൈഡിൻ്റെയും തമ്മിലുള്ള കോൺസിക്യൂട്ടീവ് ലോ ടൈഡൽ ഹൈ ടൈഡിന് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? ടൈഡൽ റേഞ്ച് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഹൈ ടൈഡ് വാട്ടർ ഫ്ലോസ് ഇൻ ടു ദ ഡാം ആൻഡ് ഡ്യൂറിങ് ലോ ടൈഡ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് ദി ഡാം വിച്ച് റിസൾട്ട്സ് ഇൻ ദ മൂവിങ് ദി ടർബൈൻ. അതായത് നമുക്ക് പിക്ചറിലേക്ക് നോക്കൂ. ഹൈ ടൈഡ് ആണെങ്കിൽ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? കറക്റ്റ് ഇതിൽ കാണാം ഉണ്ടോ? ആരോ മാർക്ക് ഇങ്ങോട്ടാണ്. ഹൈ ടൈഡിൻ്റെ സമയത്ത് വാട്ടർ മൂവ്സ് ഇൻ ടു ദി ഡാം ആൻഡ് ഡ്യൂറിങ് ലോ ടൈഡ് വാട്ടർ മൂവ്സ് ഔട്ട് ഓഫ് ദി ഡാം.
Okay, tidal electricity generation was tide comes in again when it goes out. Turbines are driven by the power of the sea in both direction. കണ്ടോ, ഇന്ന ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ആ സമയത്ത് നമ്മളെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതായത് കൈനറ്റിക് എനർജി കാരണം ആണ് ഇവിടെ എന്തുണ്ടാകുന്നത്, ടൈഡൽ പവർ. അതിൽ 2 ടൈപ്പ് ടൈഡൽ പവർ ഉണ്ട്, ഞാൻ പറയാം. 2-3 ടൈപ്പ് ഉണ്ട്. നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്ന 2 ടൈപ്പാണ്. Although yet widely used tidal power has potential for future electricity generation. Tides are more predictable than wind energy and solar power. Okay. ഇനി ടൈഡൽ പവർ തന്നെ 2 ടൈപ്പ് ടൈഡൽ അതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാം. അതിലൊന്നാണ് ടൈഡൽ സ്ട്രീം സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് മൂവിങ് വാട്ടർ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ടർബൈൻ. ഇതിൻ്റെ കൈനറ്റിക് എനർജി, വാട്ടറിൻ്റെ മോഷൻ കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹൈ ടൈഡിൻ്റെ സമയത്ത് വാട്ടർ ഫ്ലോ ഇൻ ടു ദി ഡാം ആൻഡ് ഡ്യൂറിങ് ദി ലോ ടൈഡ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് ദി ഡാം ആൻഡ് ഡ്യൂ ടു ദിസ് ഫ്ലോയിങ് ഓഫ് വാട്ടർ the kinetic energy of moving water is used to rotate the turbine. അതാണ് ടൈഡൽ സ്ട്രീം സിസ്റ്റത്തിൽ നടക്കുന്നത്, കൈനറ്റിക് എനർജി. ഇനി അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടൈഡൽ ജനറേറ്റർ വർക്ക് ലൈക്സ് വിൻഡ് ടർബൈൻസ് എക്സെപ്റ്റ് ഈസ് നോട്ട് ഓഷ്യൻ കറണ്ട്, നോട്ട് വിൻഡ്, ദെൻ ടേൺസ് ദം. Okay, the spinning turbine is connected to another device that produces electricity. Electricity then travels through wires to the city where the people is needed. നമ്മൾ വിൻഡ് എനർജീൻ്റെ ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അതേ പ്രോസസ്സാണ് ഇവിടെ വിൻഡ് മില്ലിൻ്റെ അതേ പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ വിൻഡ് കാരണമല്ല ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്, ബട്ട് ഡ്യൂ ടു ദ മോഷൻ ഓഫ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ടൈഡൽ സ്ട്രീം ജനറേറ്ററാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറൊക്കെ ഒന്ന് വരയ്ക്കാൻ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഈസ് ടൈഡൽ ബാരേജ് സിസ്റ്റം. അവിടെ നടക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ലോ ടൈഡ് ആൻഡ് ഹൈ ടൈഡ്. ഹൈ ടൈഡിൻ്റെയും ലോ ടൈഡിൻ്റെയും തമ്മിലുള്ള ആ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് കാരണമാണ് ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡ്യൂറിങ് ഹൈ ടൈഡ് വാട്ടർ ഫ്ലോസ് ഫ്രം ഓഷ്യൻ ടു ടൈഡൽ ബേസിൻ. ടൈഡൽ ബേസിൻ ഏതാ ഫിഗറിൽ കാണുന്നില്ല, ടൈഡൽ ബേസിൻ. അന്ന സമയം ഹൈ ടൈഡ് വാട്ടർ ഫ്ലോസ് ഫ്രം ഓഷ്യൻ ടു ദ ടൈഡൽ ബേസിൻ ത്രൂ ഓപ്പണിംഗ് ക്ലോഡ് സ്ലൂയിസ് വേ റൊട്ടേഷൻ ടർബൈൻ പ്രൊവൈഡ് ഇൻ ദി സ്ലൂയിസ് വേ. അതായത് 2 ഗേറ്റ് കണ്ടോ, സ്ലൂയിസ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഗേറ്റ്, അതുവഴി ടൈഡൽ ബേസിനിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. ആ സമയത്ത് എന്ത് റൊട്ടേറ്റ് ചെയ്യും, ടർബൈന് റൊട്ടേറ്റ് ചെയ്യും. The turbine produces electricity when connected to the generator. During low tide, water flows from tidal basin to the ocean sluice where rotating turbine. Generation of power stops only when both levels are equal. Stronger the tide, greater the potential of the tidal energy generation. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യും, വാട്ടർ ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുമ്പോഴാണ് ഇവിടെയും ഇത് ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഹൈറ്റിനുള്ള ഡിഫറൻസുള്ള പൊട്ടൻഷ്യൽ എനർജി കാരണമാണ് നമുക്കിവിടെ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ്ങർ ദ ടൈഡ് ഗ്രേറ്റർ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ടൈഡൽ എനർജി ജനറേഷൻ. നല്ല സ്ട്രോങ് ടൈഡ്സ് ആണ് വരുന്നതെങ്കിൽ ടൈഡൽ എനർജി ജനറേഷൻ എന്താണ്, നല്ല stronger the tides, greater the potential of tidal energy generation. ഓക്കെ, ഇത് ജസ്റ്റ് ആ ഫിഗറൊക്കെ ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പക്ഷേ എന്തായിരിക്കണം, ആ ഫിഗറൊക്കെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഫിഗർ എന്തായാലും പഠിക്കണം. അതാണ് ഞാൻ ഈ ഫിഗറിന് പകരം നിങ്ങൾക്ക് വരയ്ക്കാൻ എളുപ്പമുള്ള ഒരു ഫിഗറായിട്ട് ഇത് തന്നിരിക്കുന്നത്. ഈ ഫിഗറാകുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പെട്ടെന്ന് പറ്റും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വൺസ് വി ഹാവ് ബിൽഡ് ടൈഡൽ പവർ ഈസ് ഫ്രീ. ഇറ്റ് പ്രൊഡ്യൂസ് നോ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഓർ അതർ വേസ്റ്റസ്. ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി റിലയബിളി. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എ ബാരേജ് across an estuary is very expensive to build and affect a very wide area. അതായത് ഈ ബാരേജ് സിസ്റ്റം എന്ന് പറയുന്നത് വെരി എക്സ്പെൻസീവാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ലാർജ് ഏരിയ ഒക്കെ വേണം. ദെയർ ആർ ഓൺലി എ ഫ്യൂ സ്യൂറ്റബിൾ സൈറ്റ്സ് ഫോർ ടൈഡൽ ബാരേജസ്. ഈ ടൈഡൽ ബാരേജ് ഇതാക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ഏരിയകളെ സ്യൂറ്റബിൾ പ്ലേസസേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഈസ് വേവ് എനർജി. നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈഡൽ എനർജിയാണ്. അടുത്തതാണ് വേവ് എനർജി. വേവ് എനർജി. ഓഷ്യൻ വേവ്സ് ആർ കോസ്ഡ് ബൈ വിൻഡ് ആസ് ഇറ്റ് ബ്ലോസ് അക്രോസ് ദ സീ.
അതായത് വേവ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? ഓഷ്യനിൽ വിൻഡ് ബ്ലോ ചെയ്തിട്ടാണ് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ആ വേവ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു പവർഫുൾ സോഴ്സ് ഓഫ് എനർജിയാണ്. പക്ഷേ നമുക്കതിനെ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ വേവ് പവർ സ്റ്റേഷൻസ് വളരെ കുറവാണ്. അടുത്ത് വേവ് പവറിനെ പറ്റി പറയുകയാണെങ്കിൽ, വേവ് പവർ ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് എനർജി by ocean surface waves and capture of that to the useful work. For example, electricity generation, water distillation and pumping of water reservoirs. പറഞ്ഞ കാര്യം തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അറ്റ് എ വേവ് പവർ സ്റ്റേഷൻ, the wave arriving cause the water into the chamber to rise and fall, which means that air is forced into the and out of the hole in the top of the chamber. When they place a turbine in the hole, which in turn by air rushing out in and out, the turbine turns the generator. അതായത് ഒരു വേവ് നമ്മൾ സെറ്റപ്പ് ചെയ്തതിലേക്ക് വേവ് വരികയും അങ്ങനെ പോവുകയും ചെയ്യാം. അപ്പോൾ ആ വേവിൻ്റെ റൈസും ഫോളും കാരണം അവിടെ ഒരു എയർ ഉണ്ടാവുകയും ആ എയർ ഹോളിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് അത് ടർബൈനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ടർബൈന് ജനറേറ്ററായി കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. കറക്റ്റ് വേവ് വന്നു, എയർ ചേമ്പറിലേക്ക് കയറി. ആ എയർ ചേമ്പറിൽ നമ്മൾ വേവ് വന്നും പോകുന്ന സമയത്ത് ആ എയറിലൊരു ഇത് വരികയും ആ എയർ കാരണം ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ജനറേറ്റർ ലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ വേവ് പവർ നടക്കുന്നത്. ഈ ഫിഗർ പഠിച്ച് വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, അത്ര ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുകൊണ്ട് ഫിഗർ എന്തായാലും പഠിച്ച് വെക്കണം. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, എനർജി ജനറേറ്റഡ് ഈസ് ഫ്രീ ആൻഡ് നോ ഫ്യൂവൽ ഈസ് നീഡഡ്, നോ വേസ്റ്റ് പ്രൊഡ്യൂസ് ആണ്, നോട്ട് എക്സ്പെൻസീവ് ടു ഓപ്പറേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ, ഡിപ്പെൻഡ് ഓൺ ദ വേവ്, സംടൈംസ് വി വിൽ ലോട്ട് ഓഫ് എനർജി, സംടൈംസ് ഓൾമോസ്റ്റ് നത്തിങ്. ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിലും കൂടുതൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ചിലപ്പോൾ തീരെ എനർജി കിട്ടില്ല. നീഡ്സ് എ സ്യൂറ്റബിൾ സൈറ്റ് വെർ വേവ്സ് ആർ കൺസിസ്റ്റൻ്റ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് കിട്ടണം, എന്നാലേ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സം ഡിസൈൻസ് ആർ നോയ്സി ബട്ട് ദെൻ അഗെയിൻ ഓർ സോ ആർ വേവ്സ് എനി നോയ്സ് ഈസ് അൺലൈക്ലി ടു ബി എ പ്രോബ്ലം. അതായത് ഈ ഒരു വേവ് വന്ന് പോവുകയും അതിലുണ്ടാകുന്ന ആ റൈസ് ആൻഡ് ഫോൾ കാരണവും അതിന് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ കാരണം നോയ്സി ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതിന് ഡിസഡ്വാൻറ്റേജസ്. അപ്പം ഇതോടുകൂടി നമ്മളെ 4th മൊഡ്യൂൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജിയാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.